കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്ത്. വഖഫ് നിയമ ഭേദഗതിക്ക് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പറയാൻ NDA സംഘടിപ്പിക്കുന്ന പരിപാടി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യും. മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിവളപ്പിലെ സമരപന്തലിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി മുനമ്പത്തെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമങ്ങളിലാണ് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരിട്ടെത്തുന്നത്. താങ്ക് യു മോഡി എന്ന് പേരിട്ട പരിപാടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. വഖഫ് ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്നുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും കേന്ദ്ര സർക്കാരിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാമെന്ന നിലപാടിലാണ് മുനമ്പത്തുള്ളവർ. ഞങ്ങളുടെ സമരപന്തൽ എന്തായിരുന്നു ആ സമരപന്തലിൽ തന്നെയാണ്. കാരണം ഞങ്ങൾക്കൊരു മാറ്റവുമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ സമരപന്തലിൽ ഞങ്ങൾ എങ്ങനെ ചെയ്തിരുന്നു അതിലേക്കൊരു അതിഥി വരുന്നു. പക്ഷേ വരുന്ന അതിഥി ഇത്രയും വലിയൊരു അതിഥിയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഇന്ത്യയിലെ 5ാം പൗരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലൊരു അതിഥി ഞങ്ങളുടെ ഈ കൊച്ചു സമരപന്തലിലേക്ക് വരുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങി NDA സംസ്ഥാന നേതാക്കളും ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കും. ന്യൂസ് 18 കൊച്ചി. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരു സമീപകാല ഓർമ്മയിൽ ഇതാദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് നന്ദി പറഞ്ഞ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നു. അതും പങ്കെടുക്കുന്നത് എറണാകുളത്തെ മുനമ്പം പോലെ ഒരു കൊച്ചു സ്ഥലത്ത്, അവിടെ ഒരുപാട് പേരെ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പരിപാടിയിൽ. അതായത് BJP പൂർണ്ണമായും ഈ മുനമ്പത്തെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നു എന്നൊരു പ്രതീതി അവിടുത്തെ സമരക്കാർക്ക് കൊടുക്കുകയും അതിനെ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മുനമ്പത്തുകാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ സമയത്ത്? ശ്രീജ, മുനമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ഭേദഗതി നിയമം അത് എങ്ങനെയാണ് തങ്ങൾക്ക് ഗുണകരമാകുന്നത്? തങ്ങൾക്കത് വളരെയധികം പ്രതീക്ഷകൾ തങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ രീതിയിലേക്ക് ഫലപ്രാപ്തിയിലെത്തുമോ എന്ന് ചെറിയ രീതിയിലെങ്കിലും അവിടെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹം കിരൺ റിജിജുവെ പോലുള്ള ഒരാൾ എത്തുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ മുഴുവനായും തന്നെ ഇതിനെ കാണുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ഇതിന് നിയമപ്രാബല്യമുണ്ടോ, അതിന് മുൻകൂർ പ്രാബല്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന സംശയങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വ്യക്തവും കൃത്യവുമാർന്ന ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് മുനമ്പത്തുകാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ മഹാസംഭവമാക്കി BJP അടക്കം മാറ്റുന്നുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യം അത് ആ രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. സത്യത്തിൽ മുനമ്പത്ത് വലിയ രീതിയിലുള്ളൊരു സമ്മേളനമാണ് നിശ്ചയിച്ചിരുന്നത്. അത് ഒരു ഭാഗത്ത് അവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമരപന്തലിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് ആ സമ്മേളന വേദിയിലേക്ക് എത്തുക, അത് ഒരുപക്ഷെ കുറച്ച് പ്രായോഗികമല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം മുഴുവൻ പേരെയും ഒരുപക്ഷെ ഈ സമ്മേളന വേദിയിലേക്ക്, പുറത്തൊരു സമ്മേളനം ആ രീതിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ അവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുവരിക, അത് അത്ര കണ്ട പ്രായോഗികമല്ല. കാരണം ഇപ്പോഴും അതിൽ ചില പ്രായോഗികമല്ലാത്ത ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ മുഴുവനായും ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ചില ചർച്ചകളുമെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇത്തവണ അതിൽ തുടക്കത്തിൽ ചിന്തിച്ചിരുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മുനമ്പത്ത് സമരവേദി എവിടെയായിരുന്നു അവിടേക്ക് എത്താം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ വന്നുകൊണ്ട് സമരവേദി സന്ദർശിക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമരവേദി സന്ദർശിക്കുകയും അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ BJP പറയുന്നത് അത് നന്ദി പറയുന്ന ഒരു വേദിയായി അത് മാറ്റുന്നു. മുനമ്പത്ത് സമരപന്തലിലുള്ളവരും അത് തന്നെ പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്നവരോട് ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു എന്നതാണ് അവരും പറയുന്നത്. എന്തായാലും ഈ ഒരു പരിപാടി കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെ നടപ്പാക്കാനായിട്ട് BJPക്ക് കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അവിടെ ഏതാണ്ട് ഒരു 50 പേരോളം BJPയിലേക്ക് അടക്കം മാറുകയും ചെയ്തു. അങ്ങനെ അവിടെ ഒരു ശക്തമായ രീതിയിൽ അവിടെ ഒരു BJPയിലേക്ക് ഒരു ഒഴുക്കടക്കമുള്ള കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുനമ്പത്തിൻ്റെ ഒരു സമരം ഈ രീതിയിലേക്ക് തന്നെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിലെല്ലാം തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും മുനമ്പത്ത് ഉള്ളവരെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാണുന്നു ഇന്ന് ഈ ഒരു ദിവസത്തെ. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. നിയമം അതിൻ്റെ ഭേദഗതി പാസ്സായെങ്കിൽ കൂടിയും
നിലനിൽക്കുന്ന സംശയങ്ങൾ മുൻപത്തുകാർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ എത്ര നാളെടുക്കുമെന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യവഹാരങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. സുപ്രീം കോടതിയിലേക്ക് അടക്കം അത് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പൂർത്തിയാക്കാൻ കാത്തിരിക്കേണ്ടി വരുമോ? ഈ ഭേദഗതിക്ക് ഒപ്പം തന്നെയും ഓരോരുത്തരുടെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരുത്തരുടെയും വസ്തുവകകളുടെ അതിൻ്റെ ഒരു നികുതി അവകാശം തങ്ങളിലേക്ക് തന്നെ നിക്ഷിപ്തമാകാൻ എത്ര നാളെടുക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം തേടേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൊച്ചിയിൽ 1 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം നേരിടുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയായിരിക്കും. ഒരു രാഷ്ട്രീയ വിജയം BJP അവിടെ മേൽക്കൈ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഇത്തരം സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് കഴിഞ്ഞ ദിവസം അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖത്തിൽ കോട്ടപ്പുറം ബിഷപ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവിടെ ലത്തീൻ സഭയ്ക്ക് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. ഈ പറയുന്ന നമ്മൾ ഈ കേൾക്കുന്ന മുൻപത്തെ സമരസമിതിയുടെ നാരറ്റീവിനോട് എന്തായാലും ലത്തീൻ സഭ പൂർണ്ണമായും യോജിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യക്ഷമായ ഡിവൈഡിലേക്ക് ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ എത്തുമ്പോൾ ആ പരിപാടി വലിയ വിപുലമായി തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രത്യക്ഷമായ വിഭജനത്തിലേക്ക് മുൻപത്തെ ആളുകൾ പോകുമോ ഇങ്ങനെയാണെങ്കിൽ? ശ്രീജ, ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു 2 പരിപാടി, അതായത് കേന്ദ്രമന്ത്രി സമരപ്പന്തൽ സന്ദർശിക്കുന്നു, പിന്നീട് ഒരു മഹാസമ്മേളനം, വലിയ രീതിയിൽ ഷോക്കേസ് ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനം, ആ രീതിയിലായിരുന്നു. അവിടെയാണ് ഈ ലത്തീൻ സഭ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടിപ്പിച്ച ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ തന്നെ അത് വരുന്നു എന്നതാണ്. കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ വരുന്നതാണ്, ലത്തീൻ സഭയുടെ കീഴിൽ വരുന്നതാണ് മുനമ്പം എന്ന പ്രദേശം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം, അതായത് വേളാങ്കണ്ണി മാതാപള്ളിയിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് കൂടുതലും ഇടവക അംഗങ്ങൾ തന്നെയാണ് സമരം പന്തൽ. ഇവരെല്ലാം ലത്തീൻ സമുദായത്തിൽപ്പെടുന്നവർ തന്നെയാണ്. അപ്പോൾ ലത്തീൻ സഭയ്ക്ക് വളരെ വ്യക്തമായൊരു മേധാവിത്വം ഉണ്ടെങ്കിൽ കൂടി പൊതുവിൽ ഉയർന്ന വിമർശനം ആദ്യഘട്ടത്തിൽ സഭ വേണ്ടത്ര മുൻകൈ എടുത്തിരുന്നില്ല എന്ന രീതിയിലുള്ളൊരു വിമർശനം ഒരു ഭാഗത്തുണ്ട്. പിന്നീട് സഭ അതിൻ്റെ ഒരു പ്രധാന റോളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തു. ഇതിനൊടുവിൽ ഇപ്പോൾ സഭയ്ക്ക് ചില സംശയങ്ങളുണ്ട്. അത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിൽ വളരെ സ്പഷ്ടമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഇതൊരു രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന രീതിയിൽ തന്നെ വ്യക്തമാക്കുന്നു. പക്ഷേ ഈ ഒരു നിലപാടിനെതിരെ അവിടെയും ചില രീതിയിലുള്ളൊരു ഭിന്ന സ്വരങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലായിരുന്നതാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. അത് കൃത്യമായി വരും ദിവസങ്ങളിൽ അത് പ്രകടമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ BJP ജനാധിപത്യ സഖ്യവുമെല്ലാം പള്ളിക്കകത്തെ സമരപന്തലിലേക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയുള്ളൊരു വേദി മന്ത്രി സന്ദർശിക്കുന്നു എന്ന രീതിയിലേക്കും ഒപ്പം തന്നെ അവർ ഉദ്ദേശിക്കുന്ന താങ്ക് യു മോഡി എന്ന ലേബലിലേക്കും എല്ലാം തന്നെ മാറ്റുവാനായിട്ട് ശ്രമിച്ചത്. പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ളൊരു പ്രാതിനിധ്യ സ്വഭാവം ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ആ സമ്മേളനത്തിലേക്ക് ലഭിക്കില്ല എന്ന തിരിച്ചറിവും BJPക്കുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇത് വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നത അത് വ്യക്തമായ രീതിയിൽ തന്നെ മറനീക്കി മുൻപത്ത് നിന്ന് പുറത്തു വരും എന്നതിലും യാതൊരു സംശയവുമില്ല. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ സമരത്തിൽ തങ്ങൾക്കൊപ്പം ഇവിടുത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എത്തിയില്ല, MP പോലും അവിടെ സന്ദർശിച്ചില്ല. അങ്ങനെ മുനമ്പം സമരസമിതി പ്രവർത്തകർ പറയുന്ന ആരോപണങ്ങൾ പലതാണ്. അപ്പോഴാണ് അവിടേക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ നേരിട്ട് എത്തുന്നത്. കേന്ദ്രമന്ത്രി എത്തുമ്പോൾ താങ്ക് യു മോദി, ഈ മുനമ്പം ജനതയ്ക്ക് ആശ്വാസമാവുന്ന തരത്തിലൊരു വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്ന ഒരു പരിപാടിയായി അതിനെ മാറ്റുകയാണ്. അതേസമയമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ലത്തീൻ സഭയിൽ ഈ കാര്യത്തിൽ ചില വിയോജിപ്പുകളുണ്ട്. അത് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ കോട്ടപ്പുറം ബിഷപ്പ് തന്നെ വളരെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അറിയേണ്ടത് ഈ പരിപാടിയിൽ എത്രത്തോളം പങ്കാളിത്തമുണ്ട്, BJP എങ്ങനെയാണ് ഈ വേദിയെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്നതാണ് ഇന്ന് കാത്തിരുന്ന് കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച.